ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ മാത്സിലെ 10ാമത്തെ പാഠഭാഗമായ സംഖ്യാബന്ധങ്ങൾ, നമ്പർ റിലേഷൻസ് എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. മലയാളം മീഡിയമാണ്, ഇംഗ്ലീഷ് മീഡിയം നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത് എന്നുള്ളത്. സംഖ്യാബന്ധങ്ങൾ അല്ലെ, സംഖ്യകൾ തമ്മിലുള്ള, നമ്പറുകൾ തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്ന് നമുക്ക് ചുരുക്കത്തിൽ തന്നെ മനസ്സിലായി. അക്കങ്ങളുടെ തുക, ഏത് രണ്ടക്ക സംഖ്യയും 10നെ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ച് ഒരു സംഖ്യ കൂട്ടിയതാണല്ലോ. അഥവാ ഇത് 20 എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇവിടെ 20 എന്ന് പറയുന്നത് എന്താണ്? 20 എന്ന് പറയുന്നത് 10 × 2 ആണ് 20 എന്ന് പറയുന്നത് അല്ലേ. ഇനി അതിൻ്റെ കൂടെ എന്തെങ്കിലും കൂട്ടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഈ 10 × 2 എന്ന് പറയുമ്പോൾ തന്നെ 20 കിട്ടും. ഇനി നമ്മൾ 21 എടുക്കുകയാണെന്ന് വിചാരിക്കാം. 21 എന്ന് പറയുന്നത് 10 × 2. അതിൻ്റെ കൂടെ എന്തും കൂടെ കൂട്ടണം? ഈ ഒന്നും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് 21 എന്ന് ഉത്തരം കിട്ടുക. ഇനി നമ്മളിവിടെ ഒരു 37 ആണെന്ന് വിചാരിക്കാം. 37 എന്ന് പറയുന്നത് 10 × 3 എത്രയാണ്? 30 പ്ലസ് എന്തും കൂടെ കൂട്ടണം? 7ഉം കൂടെ കൂട്ടുമ്പോഴാണ് 37 കിട്ടുക. ഓക്കെ, ഇവിടെ 47 പറയുന്നുണ്ട്. 10 × 4 40 പ്ലസ് 7 ആണ് 47 എന്ന് പറയുന്നത്. 98 എന്ന് പറഞ്ഞാൽ 10 × 9 90 പ്ലസ് 8 98 അല്ലേ. അങ്ങനെയാണ് 98 എന്നുള്ളത് നമുക്ക് കിട്ടുന്നത്. ഇനി ഇവിടെ പറയുന്നുണ്ട് ഇതിലെല്ലാം 10നെ നമ്മൾ ഗുണിക്കുന്നത് എന്തുകൊണ്ടാണ്? സംഖ്യയുടെ ആദ്യത്തെ അക്കം കൊണ്ടാണ്. ആദ്യത്തെ അക്കം എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. ഓക്കെ, ഇവിടെ എത്രയാണ്? 2 ആണ്. ഇവിടെ എത്രയാണ്? 3 ആണ് അല്ലേ. അപ്പോൾ 10 × 3, 10നെ 3 എന്നുള്ള സംഖ്യയുടെ ആദ്യത്തെ അക്കം കൊണ്ടാണ് നമ്മൾ ഗുണിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കൂ, 10 × 9, 9 എന്ന് പറയുന്നതാണ് സംഖ്യയുടെ ആദ്യത്തെ അക്കം. അതുപോലെ തന്നെ അതിനോട് കൂട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? അവസാനത്തെ അക്കമാണ്. അവസാനത്തെ അക്കം എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 1 ആണ്. 1 ആണ് നമ്മളിവിടെ കൂട്ടിയിട്ടുള്ളത്. ഇവിടെ 7 ആണ്. ആ 7 ആണ് നമ്മളിവിടെ കൂട്ടിയിട്ടുള്ളത്. ഇവിടെ 8 ആണ്. 8 ഇവിടെ കൂട്ടി. ഇവിടെ 7 തന്നെയാണ്. 7 ഇവിടെയും കൂട്ടി. അപ്പോൾ സംഖ്യയുടെ അവസാനത്തെ അക്കമാണ് നമ്മൾ അവിടെ കൂട്ടുന്നത്. ഇനി 20 നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ 2 എന്ന് പറയുന്ന ആദ്യത്തെ സംഖ്യയാണ് 10നോട് ഗുണിച്ചിട്ടുള്ളത്. അവസാനത്തെ സംഖ്യ 0 ആണ്. അതുകൊണ്ട് നമ്മൾ 0 കൂട്ടുന്നു. ഇനി കൂട്ടിയില്ലെങ്കിൽ 0 ആയതുകൊണ്ട് നമ്മൾ അവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നും വെക്കാം. ഇനി ഇവയെ 10നെ 9 പ്ലസ് എന്നാക്കിയാലോ? അതോ 10 എന്ന് പറയുന്നത് എന്താണ്? 10 എന്ന് പറയുന്നത് 9 പ്ലസ് 1 ആണ് 10 എന്ന് പറയുന്നത് അല്ലേ. 9 പ്ലസ് 1 ആണ് 10. അപ്പോൾ 20 എന്ന് നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ആദ്യം എഴുതുന്നത് എങ്ങനെയാണ്? 10 × 2 എന്നാണ്. അപ്പോൾ ഇവിടെ 10നെ നമ്മൾ എന്ത് ചെയ്യാണ്? 9 പ്ലസ് 1 എന്നാക്കി മാറ്റുകയാണ്. പിന്നെ എന്ത് ചെയ്യും? × 2. ഈ 2 നമ്മൾ ഈ പുറത്തേക്ക് എടുത്തെഴുതുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടുന്നത് എത്രയാണ്? 9. ഈ 9നെ നമ്മൾ എന്ത് ചെയ്യും? ഈ 2 കൊണ്ട് ഗുണിക്കുകയാണ്. ഓക്കെ, 9നെ ഈ 2 കൊണ്ട് നമ്മൾ ആദ്യം ഗുണിക്കുക. അപ്പോൾ 9 × 2. പിന്നെ എന്തുണ്ട് അവിടെ? പ്ലസ് എന്തുണ്ട്? 1 × 2 അല്ലേ. 1 × 2 എന്നുള്ളതും വരും. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. 9 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 9 × 2 18. 1 × 2 എന്ന് പറയുന്നത് 2. 18 പ്ലസ് 2 എന്ന് പറയുന്നത് 20. അപ്പോൾ 20 എന്ന് ഉത്തരം കിട്ടണമെങ്കിൽ നമുക്ക് ഇതുപോലെയും ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ 9 പ്ലസ് 1നെ × 2 ഇങ്ങനെ പിരിച്ചെഴുതാം. അപ്പോൾ എന്ത് കിട്ടും? 9 പ്ലസ് 2 × 2, അഥവാ ഈ 9 2 നമ്മൾ ഇങ്ങനെ ഗുണിക്കുക. അപ്പോൾ 9 × 2 കിട്ടും. 1നെയും 2നെയും കൂടെ ഗുണിക്കുക. അപ്പോൾ 1 × 2 എന്നുള്ളതും കിട്ടും. അപ്പോൾ രണ്ട് സംഖ്യകളുടെ തുകയെ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കാൻ തുകയിലെ ഓരോ സംഖ്യയെയും ഗുണിച്ചു കൂട്ടിയാലും മതി എന്ന് 5ാം ക്ലാസ്സിൽ നമ്മൾ സംഖ്യാബന്ധങ്ങൾ എന്ന പാഠഭാഗത്തിൽ കൂട്ടലും കുറക്കലും ഗുണനവും എന്ന ആ ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 9ന് നമ്മൾ എന്തെഴുതി? 20നെ 9 പ്ലസ് 1 × 2, 9 × 2 പ്ലസ് 1 × 2 എന്നാക്കി മാറ്റി എഴുതി അല്ലേ. അപ്പോൾ നമുക്കറിയാം 9 × 2 എത്രയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു 18 പ്ലസ് 2 എത്രയാണ്? 20 എന്ന് നമുക്ക് ഉത്തരം കിട്ടുകയും ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതേപോലെ തന്നെ 30നെ ആക്കി എഴുതുന്നതാണ് അടുത്തത് പറയുന്നത്. 30നെ നമ്മൾ എങ്ങനെ എഴുതണം? നോർമലി നമ്മൾ എഴുതുന്നത് 10 × 3 എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ 9ന് നമ്മൾ പറഞ്ഞു 9 പ്ലസ് 3 എന്ന് എഴുതണം. പിന്നെ ഈ 3 ഇങ്ങോട്ട് എടുത്ത് എഴുതുക. അപ്പോൾ 9 പ്ലസ് 3 × 3 എന്ന് കിട്ടും. ഇനി 9 × 3 പ്ലസ് 1 × 3, 9 × 3 പ്ലസ് 3. അപ്പോൾ 9 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 27 പ്ലസ് 3 എന്ന് പറയുന്നതും
കൂടി കൂട്ടുമ്പോൾ നമുക്ക് 30 എന്ന് ഉത്തരവും കിട്ടും. ഇനി 40, 50 മുതലായ സംഖ്യകളെയും ഇങ്ങനെ എഴുതി നോക്കൂ. ആദ്യം മുതൽ നോക്കിയാൽ ഇങ്ങനെ ഒരു ക്രമം കിട്ടും. അപ്പോൾ ആദ്യം ഇപ്പോൾ നോക്ക്, 10 എഴുതിയിട്ടുണ്ട് 9 × 1 + 1. 20 എഴുതുന്നത് എങ്ങനെയാണ്? 9 × 2 + 2. 30 എഴുതുന്നത് 9 × 3 + 3. 40 എഴുതുന്നത് 9 × 4 + 4. 50 എഴുതുമ്പോൾ 9 × 5 + 5. 9 × 5 + 5. 60 എഴുതുന്നു 9 × 6 + 6. 70 ആകുമ്പോൾ 9 × 7 + 7. 80 ആകുമ്പോൾ 9 × 8 + 8. 90 ആകുമ്പോൾ 9 × 9 + 9. ഈ അവസാനം 90 അഥവാ 9 × 10 എന്നതിന് പകരം നമ്മൾ എന്തെഴുതും? ഈ ഒരു 9 × 10 എന്നതിന് പകരം നമ്മൾ എഴുതുന്നത് എന്താണ്? 9 × 9 + 9 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ക്രമം തുടരുകയാണ്. ഈ ക്രമം ഉപയോഗിച്ച് മറ്റ് രണ്ടക്ക സംഖ്യകളെ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഇപ്പോൾ 11 എന്ന് നമ്മൾ എഴുതുകയാണ്. 11 എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? 10 + 1 ആണ് അല്ലേ? നമ്മൾ പറഞ്ഞു 10 നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? 10 എഴുതുന്നത് 9 × 1 + 1 അല്ലേ? പിന്നെ അതിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടണം. ഈ ഒന്നും കൂടെ നമ്മൾ കൂട്ടിക്കൊടുക്കണം. അപ്പോൾ 9 × 1 എന്ന് പറയുന്നത് എത്രയാണ്? 9 × 1 പ്ലസ് എന്തായി? ഒന്നും കൂടെ കൂട്ടുമ്പോൾ 2. അപ്പോൾ 9 × 1 എന്ന് പറയുന്നത് എത്രയാണ്? 9 + 2 എന്ന് പറയുന്നത് എത്രയാണ്? 11 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഈ ഒരു ക്രമം വെച്ചുകൊണ്ട് നമുക്ക് ഏതൊരു സംഖ്യയും എഴുതാൻ വേണ്ടി പറ്റും. ഇനി താഴെ എഴുതിയിരിക്കുന്നത് നോക്കൂ. ഇവിടെ 21 എഴുതിയിരിക്കുകയാണ്. 20 + 1 ആണ് 21 എന്ന് പറയുന്നത്. 20 നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? 9 × 2 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ 9 × 2 അതിൻ്റെ കൂടെ നമ്മൾ എന്തും കൂടെ കൂട്ടണം? +2 കൂടെ ഉണ്ടാവും. പിന്നെ ഈ 21 ഒന്നും കൂടെ കൂട്ടുക. അപ്പോൾ 9 × 2 + 2ഉം ഈ ഒന്നും കൂടെ കൂട്ടുമ്പോൾ 3 എന്ന് കിട്ടും. ഓക്കെ, 50 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 18 + 3 എന്ന് പറയുന്നത് എത്രയാണ്? 21 എന്ന് ഉത്തരവും കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് നമ്മളിവിടെ പഠിച്ചു വെക്കേണ്ടത്. എന്നെല്ലാം എഴുതാമല്ലോ, ഇങ്ങനെ പല ക്രമങ്ങൾ കിട്ടും. 10 എന്നതിന് നമ്മൾ പറഞ്ഞു 9 × 1 + 1 ആണ്. 11 എന്ന് എഴുതുമ്പോൾ 9 × 1 + 2 എന്ന് കിട്ടും. 12 എന്ന് പറയുമ്പോൾ 9 × 1 + 3 എന്ന് കിട്ടും. 13 ആണെങ്കിൽ എത്രയായിരിക്കും? 13 എന്നാണെങ്കിൽ നമ്മൾ 9 × 1 + 4 എന്ന് കിട്ടും. 19 ആകുമ്പോൾ 9 × 1 + 10 എന്ന് എഴുതണം. 20 എഴുതുമ്പോൾ 9 × 2 + 2. 21 ആകുമ്പോൾ 9 × 2 + 3. 22 ആകുമ്പോൾ 9 × 2 + 4. 23 ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അത് എത്രയാവും? 9 × 2 + 5 എന്ന് കിട്ടും. 29 എഴുതുമ്പോൾ 9 × 2 + 11. 30 എഴുതുമ്പോഴോ 9 × 3 + 3. 31 9 × 3 + 4. 32 9 × 3 + 5. 33 ആണ് എഴുതുക എന്നുണ്ടെങ്കിൽ 9 × 3 + 6 എന്ന് കിട്ടും. 39 9 × 3 + 12 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ എഴുതി പോകാൻ നമുക്ക് പറ്റും. അപ്പോൾ 90 90 എഴുതുമ്പോൾ 9 × 9 + 9 എന്ന് കിട്ടും. 91 9 × 9 + 10. 92 9 × 9 + 11. 93 ആണെങ്കിലോ 9 × 9 പ്ലസ് എന്താണ്? 12 എന്ന് കിട്ടും. 99 9 × 9 + 18 എന്ന് കിട്ടും. ഇതിലെല്ലാം കാണുന്നത് എന്താണ്? ഏത് രണ്ടക്ക സംഖ്യയെയും 9ന്റെ ഒരു ഗുണിതവും ഒരു സംഖ്യയും കൂട്ടിയാൽ മതി. ഇപ്പോൾ ഇവിടെ ഒരു സംഖ്യ എടുത്ത് നോക്കൂ നിങ്ങൾ. 10 എന്ന് നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. 10ന് നമ്മൾ എങ്ങനെ എഴുതുന്നത്? 9 × 1 അല്ലേ? അതിൻ്റെ കൂടെ എന്ത് കൂട്ടണം നമ്മൾ? 1 എന്നുള്ള ഒരു സംഖ്യ കൂടെ ഒരു സംഖ്യയും നമ്മൾ കൂട്ടണം. അപ്പോൾ 9ന്റെ ഗുണിതമാണ് ഇവിടെ 9 എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ 9ന്റെ ഗുണിതം കിട്ടുന്നത് 9 തന്നെയാണ്. അതിൻ്റെ കൂടെ ഒരു സംഖ്യ കൂട്ടുക. ഏത് സംഖ്യയാണ്? ഈ സംഖ്യയാണ് നമ്മൾ കൂട്ടേണ്ടത്. ഈ സംഖ്യ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഉത്തരം കിട്ടും. ഓക്കെ, 9 × 9 എന്ന് പറയുന്നത് 9 + 1 എന്ന് പറയുന്നത് 10 എന്നുള്ള നമുക്ക് ഉത്തരവും കിട്ടും. അപ്പോൾ ഇവിടെ താഴെ പറയുന്നുണ്ട് 9നെ ഗുണിക്കുന്നത് രണ്ടക്ക സംഖ്യയുടെ ആദ്യത്തെ അക്കം കൊണ്ടാണ്. കൂട്ടുന്ന സംഖ്യയോ? ഇവിടെ നിങ്ങൾ നോക്കി നോക്ക്. ഇവിടെ 32 ഉണ്ടല്ലേ? 32 എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്? 9 × 3 എന്ന് എഴുതി അല്ലേ? +5 എന്ന് എഴുതി. ഈ 3 കിട്ടിയിട്ടുള്ളത് ഈ ആദ്യത്തെ സംഖ്യ ആയിട്ടുള്ള ഈ 3 കൊണ്ടാണ്. ഈ 5 കിട്ടിയത് എങ്ങനെയാണ്? ഈ രണ്ട് സംഖ്യയും കൂടെ കൂട്ടിയിട്ടുള്ളതാണ് 5 എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഏതൊരു സംഖ്യ എടുക്കുമ്പോഴും അങ്ങനെയാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ എടുക്കുകയാണ് 40 എടുക്കുകയാണെന്ന് വിചാരിക്കുക. 40നെ എങ്ങനെ എഴുതാം? 9 × 4 ഈ 4 എന്നുകൊണ്ട് നമ്മൾ ഗുണിക്കുക. പ്ലസ് എന്ത് ചെയ്യുക? ഇവിടെ രണ്ട് സംഖ്യകൾ ഏതൊക്കെ രണ്ട് അക്കങ്ങളാണോ ഉള്ളത് ആ രണ്ട് അക്കങ്ങൾ തമ്മിൽ കൂട്ടി നോക്കുക. ഇവിടെ 4 0 ഉള്ളൂ.
ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, 4 കൊണ്ട് തന്നെ കൂട്ടണം. അപ്പോൾ 9 × 4 + 4 എന്നുള്ളത് കിട്ടും. ഇനി 60 എടുക്കുന്നതെന്ന് വെക്കുക. 60 ആണെങ്കിൽ 9 × 6 പ്ലസ് എന്താണ്, പ്ലസ് ഇവിടെ 6 മാത്രമേ ഉള്ളൂ. അപ്പോൾ 6 കൊണ്ട് നമ്മൾ ഗുണിക്കാം, കൂട്ടുക. ഇനി നമ്മൾ ഒരു 68 എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെയായിരിക്കും, 9 × 6 പ്ലസ് എന്തുണ്ടായിരിക്കും, 8ഉം 6ഉം കൂടെ നിങ്ങൾ കൂട്ടി നോക്കുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്, 8ഉം 6ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത്, 14 കിട്ടും അല്ലേ. അപ്പം അങ്ങനെയാണ് ഈ ഒരു പാറ്റേണിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടത്. ഇവിടെ പറയുന്നുണ്ട് 32 എന്ന് പറയുന്നത് എത്രയാണ്, 30ഉം 2ഉം കൂടെ കൂട്ടുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം, 9 × 3 എഴുതാം, പിന്നെ ഈ 3ഉം കൂടെ കൂട്ടി എഴുതാം. 32 ആണെങ്കിൽ 9 × 3, ഈ 3ഉം ഈ 2ഉം കൂടെ ഒരുമിച്ചിട്ട് എഴുതുക. അപ്പോൾ എത്ര കിട്ടും, 9 × 3 + 5 എന്നുള്ളത് കിട്ടും. ഏത് രണ്ടക്ക സംഖ്യയെയും ഇതുപോലെ പിരിച്ചെഴുതുന്നതിനെ കുറിച്ച് പൊതുവെ എന്ത് പറയാൻ വേണ്ടി പറ്റും, ഏത് രണ്ടക്ക സംഖ്യയെയും 9നെ ആദ്യത്തെ അക്കം കൊണ്ട് ഗുണിച്ച് അക്കങ്ങളുടെ തുക കൂട്ടിയതാണ് അല്ലേ. ഇവിടെ ആദ്യത്തെ സംഖ്യയായിട്ടുള്ള 3 കൊണ്ട് ഗുണിച്ച് ഈ രണ്ട് സംഖ്യയും 3ഉം 2ഉം കൂടെ കൂട്ടിയതാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഏത് രണ്ടക്ക സംഖ്യയെയും 9നെ ആദ്യത്തെ അക്കം കൊണ്ട് ഗുണിച്ച് അക്കങ്ങളുടെ തുക കൂട്ടിയതാണ്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 32 എന്ന് പറയുന്ന ഉത്തരം നിങ്ങൾക്ക് കിട്ടും. ഇനി മൂന്നക്ക സംഖ്യകൾ നോക്കാം. ആദ്യം നമുക്ക് 100, 200, 300 മുതലായവ 9ന്റെ ഗുണിതത്തിൻ്റെയും ഒരു സംഖ്യയുടെയും തുകയായിട്ട് പിരിച്ചെഴുതാം. ഇപ്പം 100 എന്ന് പറയുന്നത് നമുക്കറിയാം 99 + 1 100 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ 99 നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും, 9 × 11 എഴുതാം. പ്ലസ് എന്താണ്, 1ഉം കൂടെയാണ് അവിടെ ഉള്ളത്. ഓക്കെ. ഇനി 200 എങ്ങനെ എഴുതാന്നാണ് പറയുന്നത്, 200 എന്ന് പറയുന്നത് 100 × 2 ആണല്ലേ. അപ്പോൾ 100 നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് എഴുതേണ്ടത്, 99 + 1, പിന്നെ എന്തും കൂടെ ഉണ്ട്, ഒരു 2ഉം കൂടെ ഉണ്ട്. 99നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 2 കൊണ്ട് ഗുണിക്കുന്നു ആദ്യം. അപ്പോൾ 99 × 2, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, 1 × 2. ഓക്കെ. അപ്പോൾ 99 × 2 ഇവിടെ എന്തായി, 1 × 2 എന്ന് പറയുന്നത് 2 തന്നെയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ 2 കോമൺ ആയിട്ടുള്ളതുണ്ട്. 99 അല്ല 99 എന്ന് പറയുന്നത് എന്താണ്, 9 × 11 ആണല്ലേ. പിന്നെ എന്തും കൂടെ ഉണ്ട്, നമുക്ക് 2ഉം കൂടെ ഉണ്ട്. അപ്പോൾ × 2 + 2 എന്നാക്കി എഴുതാം. അപ്പോൾ എത്ര കിട്ടി, 11 × 2 എന്ന് പറയുന്നത് എത്രയാണ്, 22. അപ്പോൾ 99 × 22 + 2 എന്നാക്കി മാറ്റി എഴുതാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെയും നമുക്ക് എഴുതാം. 300 ആണെങ്കിലോ, 300 എന്ന് പറയുന്നത് എത്രയാണ്, നമുക്കറിയാം 99 + 1 × 3 ആണല്ലേ. × 3 ആണ്, × 2 ആണ് 200, × 3 ആണ് 300 എന്ന് പറയുന്നത്. 99, അപ്പോൾ 99നെ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ 3 കൊണ്ട് ഗുണിക്കുക. 99 × 3 പ്ലസ് എന്തുണ്ട്, പ്ലസ് ഒരു 3ഉം കൂടെ അവിടെ ഉണ്ട് അല്ലേ. 99 × 3, പിന്നെ 3 × 3, 3 × 3 എന്ന് പറയുന്നത് 3 തന്നെയാണ്. അപ്പോൾ ഈ 99നെ നമുക്ക് എങ്ങനെ അറിയാം, 9 × 11 എന്നാക്കി എഴുതാം. പിന്നെ ബാക്കി എത്രയുള്ളത്, 3ഉം കൂടെ അവിടെ ബാക്കിയുണ്ട്, പ്ലസ് 3ഉം കൂടെ ഉണ്ട് അല്ലേ. അപ്പോൾ 11 × 3 എന്ന് പറയുന്നത് എത്രയാണ്, 33 ആണ്. 9 × 33 + 3 എന്നാക്കി എഴുതാം. ഓക്കെ. അപ്പോൾ ഇതാണ് 300 എന്ന് പറയുന്നത്. അപ്പോൾ 300നെ ഈ രീതിയിൽ നമുക്ക് പിരിച്ചെഴുതാൻ വേണ്ടി പറ്റും. ഇനി താഴെ പറയുന്നുണ്ട്, തുടർന്നുള്ള സംഖ്യകളും എഴുതി നോക്കൂ. 100 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 9 × 11 + 1 ആണല്ലേ. 200 എന്ന് പറയുന്നത് 9 × 22 + 2 ആണ്. ഇനി 300 എന്ന് പറയുന്നത് എത്രയാണ്, 9 × 33 + 3. 400 9 × 44 + 4. 500 എന്ന് പറയുന്നത് 9 × 55 + 5. 600 എന്ന് പറയുന്നത് 9 × 66 + 6. 700 9 × 77 + 7. 800 9 × 88 + 8. 900 എന്ന് പറയുന്നത് 900 എന്ന് പറയുന്നത് 9 × 99 + 9. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ 250നെ പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്, അപ്പോൾ ആദ്യം 200നെ നമുക്ക് പിരിച്ചെഴുതാം. 250 എന്ന് പറയുമ്പോൾ എന്താണ്, 200 + 50 ആണല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, 200നെ എഴുതി നോക്കാം. 200 എന്ന് പറയുന്നത് എത്രയാണ്, 9 × 22 + 2 ആണല്ലേ. ഇനി 50 എന്ന് പറയുന്നത് എത്രയാണ്, 50 എന്ന് പറയുന്നത് 9 × ഈ ആദ്യത്തെ സംഖ്യ 5 പ്ലസ് എന്തും കൂടെ ഉണ്ട്, 5ഉം കൂടെ ഉണ്ട്. ഓക്കെ. ഈ ബ്രാക്കറ്റ് ഇടുന്നത് ഇൻറ്റു ഒരുമിച്ചിട്ടാണ് എന്ന് മനസ്സിലാക്കാനാണ്. ഇനി നമുക്ക് 250നെ എഴുതി നോക്കാം. ആദ്യം നമുക്ക് എന്ത് എഴുതാം, 9 × 22, പിന്നെ എന്തുണ്ട് അവിടെ, പ്ലസ് 9 × 5 പ്ലസ് എന്തുണ്ട്, 2 + 5. ഈ 2ഉം ഈ 5ഉം എടുത്തെഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ 9നെ ആദ്യം എഴുതാം. 9 ×
ഓക്കെ, ബാക്കി 22ഉം 5ഉം 22 5ഉം എന്താണ് ഇവിടെ ഇത് ഗുണിച്ചിരിക്കുകയാണ്. ഇത് രണ്ടും ഇവിടെ പ്ലസ് ആക്കുകയാണ് വേണ്ടത്. ഈ പ്ലസ് ആണല്ലോ ഇവിടെ. അപ്പോൾ 22ഉം 5ഉം കൂടെ എത്രയായി 27. അപ്പോൾ 9 ഇൻറ്റു 27 പ്ലസ് എന്തും കൂടെ ഉണ്ട് 5ഉം 2ഉം കൂടെ ആകുമ്പോൾ 7 എന്നുള്ളതും കിട്ടും. ഓക്കെ, അപ്പോൾ 9 ഇൻറ്റു 27 പ്ലസ് 7 എന്ന് പറയുന്നതാണ് എന്ത് 250 എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 9 ഇൻറ്റു 22 9 ഇൻറ്റു 5 അതെന്തായി 9 ഇൻറ്റു 22ഉം 5ഉം കൂടെ ഒരുമിച്ചിട്ട് എഴുതി. അപ്പോൾ 9 ഇൻറ്റു 27 കിട്ടി. അവസാനം എന്തായി 9 ഇൻറ്റു 27 എന്നുള്ളത് പ്ലസ് 2 പ്ലസ് 5 അഥവാ 7. 9 ഇൻറ്റു 27 പ്ലസ് 7 എന്നുള്ളത് കിട്ടി. ഇവിടെ 9നെ ഗുണിച്ചത് ആദ്യത്തെ അക്കം കൊണ്ടല്ല, കൂട്ടിയത് അക്കങ്ങളുടെ തുക തന്നെയല്ലേ, തുക തന്നെയാണല്ലേ. 22ഉം 5ഉം കൂടെ കൂട്ടിയതാണത് 27 എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ 473 എന്ന് പറയുന്നത് എന്താണ് 400ഉം 73ഉമാണ് അല്ലേ. 400 എന്ന് പറയുന്നത് 9 ഇൻറ്റു 44 പ്ലസ് 4ആണ്. 73 എന്ന് പറയുന്നത് 9 ഇൻറ്റു 7 പ്ലസ് 7 പ്ലസ് 3 അല്ലേ. ഇനി 473 എന്ന് പറയുന്നത് 400 പ്ലസ് 73 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ 9 ഇൻറ്റു ഈ 44ഉം 7ഉം കൂടെ ഒരുമിച്ചിട്ട് എഴുതാം. പ്ലസ് എന്തുണ്ട് 4ഉം 7ഉം 3ഉം 4ഉം 7ഉം 3ഉം എഴുതാം. ഇനി 9 ഇൻറ്റു 44 പ്ലസ് 7 എന്ന് പറയുന്നത് 51. 4ഉം 7ഉം എത്രയാണ് 11 11 3ഉം 14. അപ്പോൾ 9 ഇൻറ്റു 51 എന്ന് പ്ലസ് 14 471 എന്ന് പറയുന്നത്. ഇനി ഇവിടെ കൂട്ടിയത് അക്കങ്ങളുടെ തുക തന്നെ അല്ലേ. ഇതുപോലെ ഏത് മൂന്നക്ക സംഖ്യയെയും 9ന്റെ ഒരു ഗുണിതത്തോട് ഒരു സംഖ്യ കൂട്ടിയ രൂപത്തിൽ എഴുതാം. കൂട്ടുന്ന സംഖ്യ മൂന്നക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക തന്നെയാണ്. ഇനി 4 അക്ക സംഖ്യ ആണല്ലോ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് എന്ത് നോക്കാം, 4 അക്ക സംഖ്യ ആയി കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നോക്കാമല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്, ഈ 14 എന്ന് പറയുന്നത് ഏത് സംഖ്യ കൂട്ടിയതാണ്, ഈ 4ഉം 7ഉം 3ഉം കൂടെ കൂട്ടുന്ന ആ സംഖ്യ തന്നെയാണ് ഈ 14 എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ കൂട്ടിയിട്ടുള്ളത് എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ള കാര്യം. ഇനി നമുക്ക് 4 അക്ക സംഖ്യ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നോക്കാം. 1000 എന്ന് പറയുന്നത് എത്രയാണ് 999 പ്ലസ് 1 ആണ്. അപ്പോൾ അവിടെ എന്താണ് 999 എന്ന് പറയുന്നത് 9 ഇൻറ്റു 111 ആണ് അല്ലേ. പ്ലസ് എന്ത് കിട്ടും, ഈ 1ഉം കൂടെ കിട്ടും. 2000 എന്ന് പറയുന്നത് 1000 ഇൻറ്റു 2 ആണ്, അഥവാ 999 പ്ലസ് 1 ഇൻറ്റു 2. ഇനി നമ്മളിത് ഗുണിച്ചു കഴിഞ്ഞാൽ 999 ഈ 2 കൊണ്ട് ഗുണിക്കുകയാണ്, ഇൻറ്റു 2 പ്ലസ് എന്തും കൂടെ ഉണ്ടായിരിക്കും 1 ഇൻറ്റു 2 എന്നുള്ള 2ഉം കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ 999 എന്ന് പറയുന്നത് 9 ഇൻറ്റു 111 ആണ്, ഇൻറ്റു എന്തുണ്ട് 2ഉം കൂടെ ഉണ്ട് പ്ലസ് 2. അപ്പോൾ എത്ര കിട്ടും 9 ഇൻറ്റു 11 ഇൻറ്റു 2 എന്ന് പറയുന്നില്ല 111 ഇൻറ്റു 2 എന്ന് പറയുന്നത് 222 പ്ലസ് 2ഉം കൂടെ കിട്ടും. അപ്പോൾ 2000 എന്ന് പറയുന്നത് എന്താണ് 2000 ഈക്വൽ ടു 9 ഇൻറ്റു 222 പ്ലസ് 2 എന്നുള്ളത് കിട്ടി. അപ്പോൾ ഇവിടെ തുടർന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. 1000 എന്ന് പറയുന്നത് 9 ഇൻറ്റു 111 പ്ലസ് 1, 2000 എന്ന് പറയുന്നത് 9 ഇൻറ്റു 222 പ്ലസ് 2, 3000 എന്ന് പറയുന്നത് 9 ഇൻറ്റു 333 പ്ലസ് 3, 4000 എന്ന് പറയുന്നത് 9 ഇൻറ്റു 444 പ്ലസ് 4, 5000 എന്ന് പറയുന്നത് 9 ഇൻറ്റു 555 പ്ലസ് 5, 6000 എന്ന് പറയുന്നത് 9 ഇൻറ്റു 666 പ്ലസ് 6, 7000 എന്ന് പറയുന്നത് 9 ഇൻറ്റു 777 പ്ലസ് 7, 8000 എന്ന് പറയുന്നത് 9 ഇൻറ്റു 888 പ്ലസ് 8, 9000 എന്ന് പറയുന്നത് 9 ഇൻറ്റു 999 പ്ലസ് 9. തുടർന്ന് ഏത് 4 അക്ക സംഖ്യയെയും നേരത്തെ ചെയ്ത പോലെ പിരിച്ചെഴുതാം. ഉദാഹരണമായിട്ട് 4827 എന്നെടുക്കുക. അവിടെ എന്താണ് 4000ഉം 800ഉം 27ഉം കൂട്ടിയതാണ് 4827 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആദ്യം 4000 എഴുതാണ്. 4000 എന്ന് പറയുന്നത് 9 ഇൻറ്റു 444 പ്ലസ് 4, 800 എന്ന് പറയുന്നത് എത്രയാണ് 9 ഇൻറ്റു 88 ആണ്, പ്ലസ് 8ഉം കൂടെ ഉണ്ടാവും. 27 എന്ന് പറയുന്നത് 9 ഇൻറ്റു 2 പ്ലസ് 2 പ്ലസ് 7. ഇനി എല്ലാം കൂടി എഴുതുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ 9 നമ്മൾ കോമൺ ആയിട്ട് എടുത്തു, എന്നിട്ട് 444 88 2 ഇതെല്ലാം ഒരുമിച്ചിട്ട് എഴുതി. പിന്നെ പുറത്തുള്ള കൂട്ടുന്ന സംഖ്യ 4 8 7 2 4 8 2 7 ഇതിനൊക്കെ ഒരുമിച്ചിട്ട് എഴുതി. അപ്പോൾ 9ന്റെ ഗുണിതം പ്ലസ് എന്താണ് 4 8 2 7 ഇതൊക്കെയാണ് നമ്മളിവിടെ കൂട്ടിയിട്ടുള്ളത് അല്ലേ. ഇനി ഇവിടെ താഴെ പറയുന്നുണ്ട് അക്കങ്ങളുടെ എണ്ണം എത്രയായാലും ഇതുപോലെ പിരിച്ചെഴുതാം. പൊതുവെ എന്ത് പറയും, അഥവാ ഇവിടെ കൂട്ടിയ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ് 4 2 8
4827. നമ്മുടെ സംഖ്യ എത്രയാണ്? 427 അല്ലേ, 4827. അതിലെ സംഖ്യകൾ ഏതൊക്കെയാണ്? 4827, 4827. ആ സംഖ്യകൾ തന്നെയല്ലേ ഇവിടെ നമ്മൾ കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ 9ന്റെ ഗുണിതവും കൂടെ ഇവിടെ തന്നിട്ടുള്ള അക്കങ്ങളും തമ്മിൽ കൂട്ടുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നത്. അങ്ങനെ ആ കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ പിരിച്ചെഴുതേണ്ടത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് പൊതുവെ എന്ത് പറയാം? ഏത് എണ്ണൽ സംഖ്യയും 9ന്റെ ഒരു ഗുണിതവും സംഖ്യയിലെ അക്കങ്ങളുടെ തുകയും കൂട്ടിയതാണ് അല്ലേ, നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റും അല്ലേ. അതാണ് നമ്മളവിടെ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ എഴുതിയതിൻ്റെ ഒരു ഉപയോഗം നോക്കാം. നേരത്തെ കണ്ടതനുസരിച്ച് രണ്ടക്ക സംഖ്യകളെ ഇങ്ങനെ പിരിച്ചെഴുതാം, എളുപ്പമാണല്ലോ. അത് 35 എന്ന് പറയുന്നത് എങ്ങനെ പിരിച്ചെഴുതാം? 9 × 3 അല്ലേ, 9 × 3 പ്ലസ് എന്താണ് 3ഉം 5ഉം കൂടെ കൂട്ടിയത്. അപ്പോൾ 9 × 3 പ്ലസ് 3 5ഉം എത്രയാണ്? 8 എന്ന് പറയാം. അപ്പോൾ 95നെ 9 കൊണ്ട് ഹരിച്ചാൽ വരുന്ന മിച്ചം എന്ന് പറയുന്നത് എന്താണ്? അഥവാ ഇവിടെ പറയുന്നുണ്ട് 35ന് പകരം 65 എടുക്കുക. ഇവിടെ മിച്ചം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 8 ആണ് വരുന്നത്. ഓക്കെ, ഇനി 35 എടുത്തു കഴിഞ്ഞാൽ 35ന് പകരം നമ്മൾ 65 എടുക്കുകയാണ്. 65 നമുക്ക് എങ്ങനെ എഴുതാം? 9 × 6 പ്ലസ് എന്താണ് 6ഉം 5ഉം. അതോ 9 × 6, 6ഉം 5ഉം എത്രയാണ്? 11 ആണ്. അപ്പോൾ 65നെ 9 കൊണ്ട് ഹരിച്ചാൽ വരുന്ന മിച്ചം എന്ന് പറയുന്നത് 11 അല്ലല്ലോ. 11നും 9 ഇല്ലേ? 9 ഉണ്ടല്ലേ. ഇപ്പം നമ്മൾ എന്താണ് മിച്ചം എന്ന് പറയുന്നത്? 65നെ നമ്മൾ 9 കൊണ്ട് ഹരിക്കുകയാണെന്ന് വിചാരിക്കാം. എത്ര പ്രാവശ്യം പോവും? എത്രയാണ്? 65ൽ എത്ര പ്രാവശ്യം പോവും? 7 തവണ പോവും അല്ലേ. 7 തവണ എത്രയാണ്? 63 ആണ്. ബാക്കി എത്രയുണ്ട്? 2 ആണ് അവിടെ മിച്ചം എന്ന് പറയുന്നത്. അപ്പോൾ 11 ഒരിക്കലും മിച്ചമായിട്ട് വരില്ല. ഇനി ഇവിടെ 35 നമ്മൾ നോക്കുകയാണെങ്കിൽ 35നെ നമ്മൾ 9 കൊണ്ട് ഹരിക്കുകയാണ്. എത്രയിലാണ് പോകുന്നത്? 3 പ്രാവശ്യം പോകും അല്ലേ. എത്രയാണ്? 27. ബാക്കി എത്രയാണ് ബാലൻസ് ഉള്ളത്? ബാക്കിയുള്ളത് 8 ആണ് അല്ലേ, 8 ആണ്. അപ്പോൾ അതാണ് ഇവിടെ മിച്ചം. ഇവിടെ മിച്ചം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ 11 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 11 ഒരിക്കലും 9ന്റെ മിച്ചമായിട്ട് വരില്ല, അഥവാ ശിഷ്ടമായിട്ട് വരില്ല. മിച്ചം എന്ന് പറഞ്ഞാൽ ശിഷ്ടമാണ് കേട്ടോ. ഇനി അപ്പോൾ മിച്ചം കണക്കാക്കാൻ 65നെ എങ്ങനെ എഴുതാം നമുക്ക്? അപ്പോൾ മിച്ചം നമുക്ക് കാണണം അല്ലേ. പക്ഷേ അത് എങ്ങനെ എഴുതണം? 9 × 6 പ്ലസ് 11 ആണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഈ 9 × 6 ഈ 11ന് നമുക്ക് എന്ത് എഴുതാം? 9 പ്ലസ് 2 എന്ന് പറഞ്ഞിട്ട് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? ഇവിടെ ഈ 9ഉം ഈ 9ഉം കൂടെ കോമൺ ആയിട്ട് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 9നെ ഇങ്ങോട്ട് എഴുതിയിട്ട് ഈ ഒരു 9നെ നമുക്ക് 1 ആക്കി കണക്കാക്കാം. അപ്പോൾ 9 × 7 ആയി. ഇവിടെ എന്ത് കിട്ടി? 2 എന്നുള്ളത് കിട്ടി. 2 ആണ് ഇവിടുത്തെ എന്ത് പറയുന്നത്? മിച്ചം എന്ന് പറയുന്നത്. മിച്ചം, ഇതിൽ നിന്ന് മിച്ചം 2 കിട്ടും അല്ലേ. അപ്പോൾ മിച്ചം എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ അത് 9നേക്കാൾ കൂടുതൽ വലിയ സംഖ്യ ഇവിടെ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളത്. അല്ലെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല, കിട്ടുന്ന സംഖ്യ മിച്ചം തന്നെയായിരിക്കും. ഇനി ഇതുപോലെ 876നെ 9 കൊണ്ട് ഹരിച്ചാലുള്ള മിച്ചം എങ്ങനെ കണക്കാക്കാം? 876നെ 9ന്റെ ഗുണിതവും അക്കങ്ങളുടെ തുകയുമായി പിരിച്ചെഴുതാം. അപ്പോൾ അവിടെ എന്ത് കിട്ടും? നമുക്കിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ മിച്ചമാണ് കാണുന്നത് അല്ലേ. അപ്പോൾ 876 ഇവിടെ 9ന്റെ ഗുണിതം വരും അല്ലേ. 9ന്റെ ഗുണിതവും വരും, പിന്നെ എന്തും കൂടെ വരും നമുക്കവിടെ? പിന്നെ നമുക്കവിടെ കിട്ടുന്നത് ഈ സംഖ്യകൾ തന്നെയായിരിക്കും ഇവിടെ കൂട്ടുന്നത്. അപ്പോൾ കൂട്ടുന്നതാണല്ലോ അവിടെ മിച്ചമായിട്ട് വരുന്നത്. അപ്പോൾ 8, 7, 6 ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുക. അപ്പോൾ എത്ര കിട്ടും? 8ഉം 7ഉം പ്ലസ് 6ഉം കൂടെ കൂട്ടുമ്പോൾ 21 എന്ന് കിട്ടും. അപ്പോൾ മിച്ചം കണക്കാക്കാൻ 21നെ 9 കൊണ്ട് ഹരിച്ച് മടങ്ങും മിച്ചവുമായി എങ്ങനെ എഴുതാം? അപ്പോൾ 21 എന്ന് പറയുന്നത് 9നേക്കാൾ കൂടുതലായിട്ടുള്ള സംഖ്യയാണ്. അപ്പോൾ 21നെ നമുക്ക് എങ്ങനെ എഴുതാം? 9 × 2 പ്ലസ് എന്താണ് 2ഉം 3ഉം ആയിട്ടുള്ള 3 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ മിച്ചം എന്ന് പറയുന്നത് ഏതാണ്? 3 ആണ് മിച്ചം എന്ന് പറയുന്നത്. വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? 876നെ 9 കൊണ്ട് ഹരിച്ചു നോക്കുക. എന്നിട്ട് ഉത്തരം കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ അവിടെ നോക്കുക. ഇനി 876ലെ 9ന്റെ ഗുണിതവും 21ലെ 9ന്റെ ഗുണിതവും കൂട്ടുമ്പോൾ 9ന്റെ ഒരു ഗുണിതമാവുമല്ലോ. അപ്പോൾ 876 എന്ന സംഖ്യ 9ന്റെ ഗുണിതത്തിനോട് 3 കൂട്ടിയതാണ് അല്ലേ. അവിടെ എത്ര നമുക്ക് കിട്ടിയിട്ടുള്ളത്? 3 കൂട്ടിയിട്ടാണ്. അതായത് 876നെ 9 കൊണ്ട് ഹരിച്ചാൽ മിച്ചം എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇവിടെ 3 കിട്ടിയത് 21നെ 9 കൊണ്ട് ഹരിച്ചിട്ടാണല്ലോ. 21 കിട്ടിയത് എങ്ങനെയാണ്? 21 എന്ന് പറയുന്നത് 8 + 7 + 6 ആണ് അല്ലേ. 8 + 7 + 6 ആണ് 21 എന്ന് പറയുന്നത്. ഇതുപോലെ 5798നെ 9 കൊണ്ട് ഹരിച്ചാലുള്ള മിച്ചം എങ്ങനെ എഴുതാം? ഇതെന്ത് ചെയ്യുക? ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി നോക്കുക. 5 + 9 + 7 + 8 എത്രയാണ്? 29. ഇനി 29ന് നമുക്ക് എങ്ങനെ എഴുതാം? 9 × 3 + 2. അപ്പോൾ ഇവിടെ മിച്ചം എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അപ്പോൾ 5798
8 ഹരിക്കണം 9 എന്ന് പറയുന്നതിൻ്റെ മിച്ചം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടെ പറയുന്നുണ്ട് 5798നെ 9ന്റെ ഗുണിതത്തിനോട് 2 കൂട്ടിയ സംഖ്യയുമായി എഴുതാമല്ലോ. എന്തുകൊണ്ട് 2 കൂട്ടി എഴുതാൻ നമുക്ക് പറ്റും. അപ്പോൾ 5798നെ 9 കൊണ്ട് ഹരിച്ചാൽ വരുന്ന മിച്ചം എന്താണ്? എത്രയാണ് വരിക? 2 എന്നുള്ള മിച്ചമാണ് കിട്ടുന്നത്. ഇങ്ങനെ ഏത് സംഖ്യയെയും 9 കൊണ്ട് ഹരിച്ചാൽ വരുന്ന മിച്ചം കണക്കാക്കാമല്ലോ. കണക്കാക്കാൻ വേണ്ടി പറ്റുമല്ലേ? അപ്പോൾ ഏത് സംഖ്യയെയും 9 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം സംഖ്യയിലെ അക്കങ്ങളുടെ തുകയെ 9 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടമാണ്. അവിടെ സംഖ്യയുടെ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് 29 ആയിരുന്നു. 29നെ നമ്മൾ ഹരിക്കുമ്പോൾ അവിടെ ശിഷ്ടം അല്ലെങ്കിൽ അവിടെ ഏതാണ് കൂട്ടുന്നത്? 2 നമ്മൾ കൂട്ടുന്നത്. ആ 2 നമുക്ക് അവിടെ എന്തായിട്ട് വരുന്നത്? ശിഷ്ടം അല്ലെങ്കിൽ മിച്ചമായിട്ട് വരുന്നത്. ഇനി അക്കങ്ങളുടെ തുക 9ന്റെ ഗുണിതമായാലോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ 9ന്റെ ഗുണിതമായി കഴിഞ്ഞാൽ അവിടെ എന്ത് കിട്ടും? മിച്ചം എന്ന് പറയുന്നത് 0 നമുക്ക് കിട്ടും. മുകളിൽ പറഞ്ഞതനുസരിച്ച് സംഖ്യ 9നോട് ഹരിച്ചാലും മിച്ചം 0 തന്നെയായിരിക്കും. അതായത് 9ന്റെ ഗുണിതമാണ് എന്നർത്ഥം. അപ്പോൾ ഒരു സംഖ്യയുടെ അക്കങ്ങളുടെ തുക 9ന്റെ ഗുണിതമാണെങ്കിൽ സംഖ്യയും 9ന്റെ ഗുണിതമായിരിക്കും അല്ലേ. 9ന്റെ ഗുണിതം തന്നെയായിരിക്കും കിട്ടുന്നത് എന്ന് അർത്ഥം. ഇപ്പോൾ 27 എന്നുള്ളൊരു സംഖ്യ നമുക്ക് കിട്ടുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? 9 × 3 ആണല്ലേ. പിന്നെ നമുക്ക് എന്തെങ്കിലും എഴുതണം. 9 × 3 എന്ന് പറയുന്നത് 27 തന്നെയാണ്. അപ്പോൾ ഇവിടെ പ്ലസ് എന്ന് പറഞ്ഞ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? 27 എന്ന് പറയുന്നത് 9ന്റെ ഗുണിതമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി ഇപ്പോൾ ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യം കൂടെ പറയാം. ഒരു സംഖ്യയെ 9ന്റെ ഒരു ഗുണിതവും സംഖ്യയിലെ അക്കങ്ങളുടെ തുകയുമായി പിരിച്ചെഴുതിയിട്ടാണല്ലോ 9ന്റെ ഹരിച്ചാലുള്ള മിച്ചം നമ്മൾ കണക്കാക്കിയത് ആണല്ലേ. അപ്പോൾ 356 എന്ന് പറയുന്നത് 9 × 38 + 3 + 5 + 6 ആണ്. ഇവിടെ 9 × 38 3ഉം 5ഉം 6ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 14 എന്ന് ഉത്തരം കിട്ടും. ഇതിൽ 9ന്റെ ഗുണിതം 3ന്റെ ഗുണിതമാണല്ലോ. അഥവാ 356 എന്ന് പറയുന്നത് 9 × 38 ആണ്. ഈ 9നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 3 എന്ന് എഴുതാം. അപ്പോൾ 3 × 3 × 38 + 14. 3 × 38 ആണ് 114 എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് എഴുതാം? 3 × 114 + 14. അപ്പോൾ 356നെ 3 കൊണ്ട് ഹരിച്ചാലുള്ള മിച്ചം എത്രയാണ് എന്ന് കണക്കാക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ 14നെ 3 കൊണ്ട് ഹരിച്ചാൽ മതി. 14 എന്ന് പറയുന്നത് എത്രയാണ്? 3 × 4 + 2 ആണ് അല്ലേ. 2 എന്ന് പറയുന്നത് ഏതാണ്? 3 × 4 എത്രയാണ്? 12 പ്ലസ് എന്തും കൂടെ വേണം? 2ഉം കൂടെ വേണം അല്ലേ. അപ്പോൾ ഇത് ഉപയോഗിച്ച് 356നെ ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? 3 × 114 × 3 × 4 + 2 അഥവാ 3 × ഈ 314ഉം ഈ 4ഉം കൂടെ കൂട്ടിയതാണ് 118 എന്ന് പറയുന്നത്. പ്ലസ് എന്തും കൂടെ ഉണ്ട്? 2. അപ്പോൾ 356നെ 3 കൊണ്ട് ഹരിച്ചാലുള്ള മിച്ചം എത്രയായിരിക്കും? 2 തന്നെയായിരിക്കും. അപ്പോൾ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഖ്യയെ 3 കൊണ്ട് ഹരിച്ചാലുള്ള മിച്ചം എങ്ങനെ കണ്ടുപിടിക്കാം? ഏത് സംഖ്യയെയും 3 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം സംഖ്യയിലെ അക്കങ്ങളുടെ തുകയെ 3 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് അവിടെ. ഒരു സംഖ്യയുടെ അക്കങ്ങളുടെ തുക 3ന്റെ ഗുണിതമാണെങ്കിൽ സംഖ്യയും 3ന്റെ ഗുണിതമായിരിക്കും. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഇതൊക്കെ ഓരോ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ ചുവടെ പട്ടിക പൂർത്തിയാക്കാനാണ് സംഖ്യ 764 അക്കങ്ങളുടെ തുക അവിടെ കൊടുത്തിട്ടുണ്ട് 17. 9 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം 8, 3 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം 2, 9ന്റെ ഗുണിതം ആണോ അല്ലേ അല്ല, 3ന്റെ ഗുണിതം ആണോ അല്ലേ അല്ല. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ 764 അക്കങ്ങളുടെ തുക എത്രയാണ്? 7 + 6 + 4. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? 7 + 6 + 4 ഇതാണ് 17 എന്ന് പറയുന്നത്. ഇനി 8 കിട്ടിയത് എങ്ങനെയാണ്? ഈ 17നെ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? 17 എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? 9 × 1 പ്ലസ് എന്തുണ്ടായിരിക്കും? 1 × 7 അല്ലേ. ഇനി 9 × 1 എന്ന് പറയുന്നത് എത്രയാണ്? 9 തന്നെയാണ്. 9 × 1 എന്ന് പറയുന്നത് എത്രയാണ്? 1 പ്ലസ് എന്തുണ്ട്? ഇവിടെ ഈ 7ഉം 1ഉം കൂടെ കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? 8 എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ 8 എന്ന് പറയുന്നതാണ് ഇവിടെ മിച്ചം അല്ലെങ്കിൽ ശിഷ്ടം എന്ന് പറയുന്നത് 9 കൊണ്ട് ഹരിച്ചാലുള്ള. ഇനി ഈ 2 നമുക്ക് കിട്ടിയിട്ടുള്ളത് എങ്ങനെയാണ്? നമ്മൾ എന്ത് ചെയ്യണം? ഈ 8നെ നമ്മൾ എന്തുകൊണ്ട് ഹരിക്കുക? 8 ഹരിക്കണം 3 ചെയ്തു നോക്കുക. അപ്പോൾ 8നെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? 2 എന്നുള്ളത് കിട്ടും. ഓക്കെ,
ഇവിടെ വേണമെങ്കിൽ ഹരിച്ചു നോക്കാം. 8 3 കൊണ്ട് ഹരിക്കാം. എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം 6. ബാക്കി എത്രയുണ്ട്? 2 ഇവിടെ ശിഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഇത് 9ന്റെ ഗുണിതമാണോ? 8 എന്ന് പറയുന്നത് അല്ല, 2 എന്ന് പറയുന്നത് ശിഷ്ടം കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് 3ന്റെയും ഗുണിതമല്ല. അടുത്ത സംഖ്യ 9,954 ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുക. എത്ര കിട്ടും? 9 9ഉം 5 എത്രയായി? 9ഉം 5ഉം 14 14ഉം 4ഉം 18. അപ്പോൾ അവിടെ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് 18. ഇനി ഈ 18 നമുക്ക് എങ്ങനെയാണ് എഴുതാൻ വേണ്ടി പറ്റുക? 18 എന്ന് പറയുന്നത് അഥവാ 9 × 1 പ്ലസ് എന്താണ് 1 × 8 അല്ലേ? പക്ഷേ ഇവിടെ നമ്മൾ 18 എന്ന് പറയുന്നത് 9ന്റെ ഗുണിതമാണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും ശിഷ്ടം വരുന്നത്? 0 ആയിരിക്കും അല്ലേ? അതുപോലെ തന്നെ 18 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമാണ്. അപ്പോൾ അവിടെയും ശിഷ്ടം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി 9ന്റെ ഗുണിതമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തെഴുതുക? ആണ് എന്ന് എഴുതി കൊടുക്കുക. 3ന്റെ ഗുണിതമാണോ? ആണ്. ഓക്കെ. ഇനി അടുത്ത സംഖ്യ നമുക്ക് നോക്കാം. അടുത്തതെന്ന് പറയുന്നത് എത്രയാണ്? 582 അല്ലേ? 5ഉം 8ഉം എത്രയായി? 13 13 2ഉം 15. അപ്പോൾ ഇവിടെ 15 എന്ന് എഴുതി കൊടുക്കുക. ഇനി ഈ 15 നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? 15 = എന്തെഴുതാം? 9 × 1. ബാക്കി എത്രയുണ്ട്? 5 ആണല്ലേ? അപ്പോൾ അവിടെ +1 +5 എന്ന് എഴുതി കൊടുക്കുക. ഇനി 9 × 1 എന്ന് പറയുന്നത് എത്രയാണ്? 9 9 × 1. പിന്നെ എന്ത് ചെയ്യണം? 1ഉം ഈ 1 + 5 നോക്കുക. 1 + 5 എത്രയാണ്? 6 ആണല്ലേ? ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ഇൻറ്റു അല്ല കേട്ടോ, പ്ലസ് ആണ്. നമ്മൾ എഴുതിയതിൽ മാറിപ്പോയതാണ്. പ്ലസ് ആണ്. അപ്പോൾ ഇവിടെ പ്ലസ് എന്ത് വരും? 1 + 5 6 എന്നുള്ളത് വരും അല്ലേ? അവിടെ 6 എന്ന് പറയുന്നത് എന്താണ്? 9 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് അല്ലേ? എത്ര കിട്ടും ഇവിടെ? ശിഷ്ടം എന്ന് പറയുന്നത് 6 എന്നുള്ളത് കിട്ടും. ഇനി 15 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം 0 തന്നെയായിരിക്കും. ഇവിടെ 9ന്റെ ഗുണിതമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. 15 9ന്റെ ഗുണിതമാണോ? അല്ല. 3ന്റെ ഗുണിതമാണോ? ആണ്. അപ്പോൾ അവിടെ ആണ് എന്ന് എഴുതി കൊടുക്കുക. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 4808 ആണല്ലേ? 4ഉം 8ഉം കൂടെ കൂട്ടുക. എത്ര കിട്ടും? 12. 12ഉം 8 എന്ന് പറയുന്നത് 20. ഇനി 20 നമുക്ക് എങ്ങനെ എഴുതാം? 20 എന്ന് പറയുന്നത് 9 × 2 പ്ലസ് എന്തും കൂടെ ഉണ്ടായിരിക്കും? ഈ 2ഉം കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ ശിഷ്ടം എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഇനി ഇത് 3 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടും? എത്രയാണ് ശിഷ്ടം എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? 20 ആണല്ലോ അല്ലേ? 20നെ 3 കൊണ്ട് ഹരിച്ചു നോക്കാം. എത്ര പ്രാവശ്യം പോകും? 18 6. ബാക്കി എത്രയുണ്ട്? 2 തന്നെയാണ്. അപ്പോൾ ഇവിടെ ശിഷ്ടം വരുന്നത് 2 തന്നെയാണ്. ഇനി 9ന്റെ ഗുണിതമാണോ? അല്ല. 3ന്റെ ഗുണിതമാണോ? അല്ല. അപ്പോൾ 2ഉം അല്ല എന്നും എഴുതി കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഇതിലെ പ്രവർത്തനം. ഇനി നമുക്കിതിന് താഴെയുള്ള പ്രവർത്തനത്തിലേക്ക് കടക്കാം. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. താഴെയുള്ള പ്രവർത്തനം നോക്കാം. ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് 9ന്റെ ഗുണിതമായ ഒരു 4 സംഖ്യയുടെ ആദ്യത്തെ 3 അക്കങ്ങൾ 2 5 7 ഇവയാണ്. സംഖ്യ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇത് 9ന്റെ ഗുണിതമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ തന്നിട്ടുള്ള സംഖ്യകൾ ഏതൊക്കെയാണെന്ന് കൂട്ടി നോക്കുക. ഓക്കെ. 2 + 5 + 7. ഓക്കെ. പ്ലസ് എന്തുണ്ട്? 4 അക്ക സംഖ്യ. അഥവാ ഇപ്പോൾ സംഖ്യ എന്ന് പറയുന്നത് 257 ആണ്. ഇവിടെ ഒരു സംഖ്യയുണ്ട്. ആ സംഖ്യയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ സംഖ്യയെ നമ്മൾ എന്താക്കിയെടുക്കുക? എക്സ് എന്നുള്ള സംഖ്യ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ 2 + 5 + 7 + x എന്ന് പറയുന്നതാണ് ആ ഒരു മൾട്ടിപ്പിൾ ഓഫ് 9ന്റെ ഗുണിതം എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ 2ഉം 5ഉം 7ഉം കൂടെ കൂട്ടി എത്ര കിട്ടും? 14. അപ്പോൾ 14 + x എന്ന് പറയുന്നതാണ് 9ന്റെ ഗുണിതം എന്ന് പറയുന്നത്. അപ്പോൾ 14 കഴിഞ്ഞ് കഴിഞ്ഞാൽ 9ന്റെ ഗുണിതം നമ്മൾ എടുത്തു നോക്കൂ. ആദ്യം വരുന്ന സംഖ്യ 9, പിന്നെ വരുന്ന എത്രയാണ്? 18 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് 18 ഇവിടെ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? x = എന്ത് ചെയ്യുക? 18ൽ നിന്നും 14 കുറച്ച് നോക്കുക. കാരണം 14 കഴിഞ്ഞിട്ടുള്ള അടുത്ത 9ന്റെ ഗുണിതം എന്ന് പറയുന്നത് 18 ആണ്. അതുകൊണ്ടാണ് നമ്മൾ 18 എടുത്തത്. ഓക്കെ. അപ്പോൾ എത്ര കിട്ടും? ഉത്തരം എന്ന് പറയുന്നത് 4 നമുക്ക് കിട്ടും അല്ലേ? അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ആ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 4 ആണ്. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഏതാണ്? നമ്പർ എന്ന് പറയുന്നത് സംഖ്യ
എന്ന് പറയുന്നത് 2574. ഓക്കെ, 2574. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അതിലെ ഒന്നാമത്തെ ചോദ്യമാണ്. അപ്പോൾ ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ ക്രമം എങ്ങനെ മാറ്റിയാലും രണ്ട് സംഖ്യകളെയും 9 കൊണ്ട് ഹരിച്ചാൽ ഒരേ ശിഷ്ടമാണ് കിട്ടുന്നത്, എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു സംഖ്യ എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഏതെടുക്കാം നമുക്ക്? ഒരു 3417 എന്നെടുക്കാം. ഓക്കെ, ഇതിൻ്റെ സം എത്രയായിരിക്കും? 3ഉം 4ഉം കൂടി കൂട്ടുമ്പോൾ 7, 7ഉം 1ഉം 8, 8ഉം 7ഉം 15 അല്ലേ? 15 എന്ന് കിട്ടും. ഇനി 15നെ ഇതാക്കി എഴുതുമ്പോൾ 15നെ നമുക്ക് എങ്ങനെ എഴുതാം? 9 × 1 പ്ലസ് എന്തുണ്ടായിരിക്കും? 5ഉം 1ഉം കൂടെ കൂട്ടി 6. അപ്പോൾ ഇവിടെ 6 എന്ന് പറയുന്നതാണ് എന്ത് പറയുന്നത്? ഇതിൻ്റെ മിച്ചം അല്ലെങ്കിൽ ശിഷ്ടം എന്ന് പറയുന്നത് അല്ലേ? ഇനി ഈ ഒരു സംഖ്യയെ നമ്മൾ തിരിച്ചെഴുതുകയാണെന്ന് വിചാരിക്കാം. 7, 3, 4, 1. ഇതും കൂട്ടി നോക്കൂ നിങ്ങൾ. എത്ര കിട്ടുക? 7ഉം 3ഉം 10, 10ഉം 4ഉം 14, 14ഉം 1ഉം 15. അപ്പോൾ ഈ 15ൻ്റെയും ശിഷ്ടം എന്ന് പറയുന്നത് എത്ര തന്നെയായിരിക്കും? ഈ 6 തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ ഇത് എങ്ങനെ എഴുതിയാലും, ഈ ഒരു സംഖ്യകളെ എങ്ങനെ എഴുതിയാലും നമുക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 15 ആണ്. അതുകൊണ്ട് അതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് 9 ആയിരിക്കും. ഇനി ഇതല്ല ഏത് സംഖ്യ എടുത്താലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുക. അപ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ എഴുതേണ്ടത്? ഇവിടെ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എപ്പോഴും 1 തന്നെയായിരിക്കും. അല്ലേ? ഇവിടെ സംഖ്യയുടെ തുക 15 വന്നത്. ഇതേപോലെ നിങ്ങൾ ഏതെടുത്താലും ഒരു തുകയാണ് കിട്ടുക. എടുത്ത നമ്പറിനെ നമ്മൾ എങ്ങനെ തലതിരിച്ചെഴുതിയാലും കിട്ടുന്ന തുക എന്ന് പറയുന്നത് ഒരേ സെയിം തന്നെയായിരിക്കും. ഇനി ഇതിലെ ബി ചോദ്യം, രണ്ടാമത്തെ ചോദ്യം നോക്കാം. 9ൻ്റെ ഗുണിതമായ ഒരു സംഖ്യയുടെ അക്കങ്ങളുടെ ക്രമം എങ്ങനെ മാറ്റിയാലും കിട്ടുന്ന സംഖ്യയും 9ൻ്റെ ഗുണിതവും തന്നെ ആയിരിക്കുമോ, എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 9ൻ്റെ ഗുണിതമായിട്ട് വരുന്ന ഒരു സംഖ്യ നമ്മൾ എടുക്കണം അല്ലേ? ഇപ്പോൾ നമ്മൾ എടുക്കുകയാണ് 702 എന്ന സംഖ്യ നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. 702. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ രണ്ട് സംഖ്യകളും തമ്മിൽ കൂട്ടി നോക്കണം ആദ്യം അല്ലേ? ഇതിൻ്റെ അക്കങ്ങൾ തമ്മിൽ നമ്മൾ കൂട്ടി നോക്കണം. അപ്പോൾ എത്ര കിട്ടും? 7 + 2 എന്ന് പറയുന്നത് എത്രയാണ്? 9 എന്ന് കിട്ടും അല്ലേ? 7 + 2 എന്ന് പറയുന്നത് 9. അപ്പോൾ 9 എന്ന് പറയുന്നത് 9ൻ്റെ ഒരു ഗുണിതമായിട്ട് വരുന്ന സംഖ്യയാണ്. ഇനി ഇതിനെ നമ്മൾ എങ്ങനെ എഴുതിയാലും 702 അല്ല, നമ്മൾ എഴുതുകയാണ് 207 എഴുതിയാലും ഇതിൻ്റെ സമ്മതം എന്തായിരിക്കും? 2 + 7 എന്ന് പറയുന്ന 9 തന്നെയായിരിക്കും. 9 എന്താണ്? 9ൻ്റെ ഗുണിതമാണ് അല്ലെങ്കിൽ മൾട്ടിപ്പിളാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ തലതിരിച്ച് എഴുതിയാലും നമുക്ക് കിട്ടുന്ന സംഖ്യ. ഇനി നമ്മൾ വേറെ ഒരെണ്ണം എടുക്കുകയാണെന്ന് വിചാരിക്കാം. നമ്മൾ എടുക്കുകയാണ് ഒരു 369 എടുക്കുകയാണ്. എത്രയാണ്? 3 + 6 + 9 എന്ന് പറയുന്നത് എത്രയാണ്? 3ഉം 6ഉം 9ഉം 6ഉം 3ഉം 9, 9ഉം 9ഉം 18. ഇനി ഇതിനെ നമ്മൾ തിരിച്ചെഴുതിയാലും ഈ 18 തന്നെയല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എപ്പോഴും 9ൻ്റെ ഗുണിതമായിരിക്കും അല്ലേ? 9ൻ്റെ ഗുണിതമായിട്ട് കിട്ടുന്നത് കൊണ്ടാണ് നമുക്ക് അത് എങ്ങനെ തലതിരിച്ച് എഴുതിയാലും ആ ഉത്തരം തന്നെയാണ് കിട്ടുന്നത്. ഇനി നാലാമത്തെ ചോദ്യമാണ്. 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ ആവർത്തിക്കാതെ വരുന്ന 5 അക്ക സംഖ്യകൾ എല്ലാം എടുത്താൽ 3ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ 9ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? ഇവയിൽ ഏത് സംഖ്യയെയും 9 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? അപ്പോൾ ഒരു ചോദ്യത്തിൽ 3 എണ്ണം വരുന്നുണ്ട് അല്ലേ? ഒരു മെയിൻ ചോദ്യം, അതിൽ 3 സബ് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. അപ്പോൾ ഇതിലെ 3ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് ആദ്യത്തെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെല്ലാം കൂടെ നമുക്ക് കൂട്ടി നോക്കണം. അഥവാ ഏതൊക്കെ കൂട്ടണം? 1 + 2 + 3 + 4 + 5 എത്രയാണ്? 2ഉം 1ഉം 3, 3ഉം 3ഉം 6, 6ഉം 4, 10, 10ഉം 5ഉം 15. 15 എന്ന് പറയുന്നത് 3ൻ്റെ ഗുണിതമാണ് അല്ലേ? അപ്പോൾ ഈ സംഖ്യ കൊണ്ട് ഉണ്ടാക്കാവുന്ന ഏത് 5 അക്ക സംഖ്യകൾ ഉണ്ടാക്കിയാലും അതൊക്കെ 3ൻ്റെ ഗുണിതമാണെന്ന് നമുക്ക് പറയാം വേണ്ടി പറ്റും അല്ലേ? അപ്പോൾ ഏത് സംഖ്യ ഉണ്ടാക്കിയാലും ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുകയാണ്, ഇതെല്ലാം ഒരുമിച്ചിട്ട് എഴുതുകയാണ് 12345 അല്ലേ? ഇനി അടുത്തത് നമ്മൾ എന്തെഴുതുകയാണ്? 13245. ഇനി എഴുതുകയാണ് 14000
235. അതുപോലെ തന്നെ 15,435. അങ്ങനെ ഏത് സംഖ്യ ഉണ്ടാക്കിയാലും അതിൻ്റെയൊക്കെ ഗുണിതം 15 ആയതുകൊണ്ട് ഏത് സംഖ്യ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി 9ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് അടുത്ത ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. ഇനി 9ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ് അല്ലേ. അപ്പോൾ 15ന് നമുക്ക് എങ്ങനെ എഴുതാം? 15 എന്ന് പറയുന്നത് 15 ഈക്വൽ ടു 9 × 1 പ്ലസ് എന്താണ് 5 + 1 6 അപ്പോൾ 6 എന്ന് പറയുന്നത് ഈ 9ൻ്റെ ഗുണിതമാണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് എന്തില്ല, ഇതിൽ നിന്നും 9ൻ്റെ ഗുണിതങ്ങൾ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, ഒന്നും സാധിക്കില്ല. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കാരണം എന്താണ്, 15 9ൻ്റെ എന്നത് 9ൻ്റെ ഗുണിതമല്ല. അതുകൊണ്ടാണ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റാത്തത്. ഇനി ഇവയിൽ ഏത് സംഖ്യയെയും 9 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്രയാണ് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ഹരിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. 15 എന്ന് പറയുന്നത് 9 × 1 + 6 അപ്പോൾ ഇവിടെ 6 ശിഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ശിഷ്ടം ഈക്വൽ ടു 6 എന്ന് എഴുതി കൊടുക്കുക. 6 അവിടെ ശിഷ്ടമായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് താഴെ 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് ഇറൈസ് ചെയ്യാണ്. ഓക്കെ, 5ാമത്തെ ചോദ്യം, 0, 1, 2, 9 10 അക്കങ്ങളും ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന 10 അക്ക സംഖ്യകളിൽ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? കാരണം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഭാജ്യ സംഖ്യയൊക്കെ നമ്മൾ പഠിച്ചു പോയതാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആൻസർ ഇവിടെ എഴുതി നോക്കാം. ഇവിടെ എഴുതാം. ഓക്കെ, 5ാമത്തെ ആൻസറാണ്. ഇവിടെ തന്നിട്ടുള്ള സംഖ്യകൾ 0 മുതൽ 9 വരെയാണ് അല്ലേ. അപ്പോൾ 0 നമ്മൾ ഒരു സംഖ്യയായിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ 10 അക്ക സംഖ്യ തുടങ്ങുമ്പോൾ 1 വെച്ച് തുടങ്ങാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് 0 ഇട്ട് കൊടുക്കാം അല്ലേ. അപ്പോൾ 1, 0, 2, 3, 4, 5, 6, 7, 8, 9 ഇതാണ് ആ 10 അക്ക സംഖ്യ എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി നോക്കുകയാണ്. അപ്പോൾ എത്ര കിട്ടും? 1 + 0 + 2 + 3 + 4 + 5 + 6 + 7 + 8 + 9 എത്രയാണ് ഉത്തരം എന്ന് പറയുന്നത്? 45 നമുക്ക് കിട്ടുന്ന ഉത്തരം. അപ്പോൾ 45 എന്ന് പറയുന്നത് 9ൻ്റെ മൾട്ടിപ്പിൾ ആണോ? ആണ് അല്ലേ, 9ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 45 എന്ന് പറയുന്നത് 45 എന്നത് 9ൻ്റെ ഗുണിതമാണ്. പക്ഷേ ഇവിടെ ഈ 9 എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യയാണോ? അല്ല അല്ലേ. 9 എന്ന് പറയുന്നത് അഭാജ്യ സംഖ്യയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഏത് 10 അക്ക സംഖ്യകൾ ഉണ്ടാക്കിയാലും അതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടില്ല? ഒരു അഭാജ്യ സംഖ്യ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല. ഓക്കെ, അപ്പോൾ 9 അഭാജ്യ സംഖ്യയല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ കാരണം എന്ന് പറയുന്നത് 9 അഭാജ്യ സംഖ്യ അല്ലാത്തത് തന്നെയാണ്. ഇനി 6ാമത്തെ ചോദ്യം നോക്കാം. അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാൻ കഴിയുന്ന 9ൻ്റെ ഗുണിതമായ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാണ്? 5 അക്ക സംഖ്യയും ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഓക്കെ, 6ാമത്തെ ചോദ്യമാണ്. ഇവിടെ എഴുതാം. അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാൻ കഴിയുന്ന 9ൻ്റെ ഗുണിതമായ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയിൽ. അപ്പോൾ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ നമ്മൾ ആദ്യം എഴുതി നോക്കാം. 1023 ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ. അപ്പോൾ 0, 1, 2, 3 ഇതാണല്ലോ ഏറ്റവും ചെറുത്. അപ്പോൾ ആദ്യം 1 ഇട്ടിട്ട് പിന്നെ 0 ഇട്ടിട്ട് 1023 എന്ന സംഖ്യ എഴുതി കൊടുക്കുക. ഇനി ഇത് നമ്മൾ കൂട്ടി നോക്കുക. 1 + 0 + 2 + 3 എത്ര കിട്ടും? 3 3 6 കിട്ടും അല്ലേ. 6 എന്ന് പറയുന്നത് 9ൻ്റെ ഗുണിതമാണോ? അല്ല. 9ൻ്റെ ഗുണിതം 9, 18, 27 എന്നിങ്ങനെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് 9 ആക്കണമെങ്കിൽ ഇതിൻ്റെ കൂടെ എത്ര കൂട്ടണം? 3 കൂടെ കൂട്ടണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 3 മാറ്റിയിട്ട് ഇവിടെ 6 ആക്കി കൊടുക്കാം. അപ്പോൾ എത്ര കിട്ടും? 1 + 0 + 2 + 6 എന്നുള്ളത് കിട്ടും. അപ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടും? 6ഉം 2ഉം 8, 8ഉം 1ഉം 9. അപ്പോൾ സംഖ്യ ഏതാണ്? സംഖ്യ എന്ന് പറയുന്നത് 1026 ആണ്. ചെറിയ 4 അക്ക സംഖ്യ.
സംഖ്യകൾ നമ്മളിവിടെ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടോ? ഇല്ല. 0 1 0 2 6 ഇവിടെ സംഖ്യ ആവർത്തിച്ച് വരികയും ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി അടുത്തത് അഞ്ചക്ക സംഖ്യ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ എഴുതി നോക്കാം. ഏതാണ്? 1024. ഇനി സംഖ്യകൾ കൂട്ടി നോക്കൂ. 1 + 0 + 2 + 4 എത്ര കിട്ടും? 2ഉം 4ഉം 6, 6ഉം 1ഉം 7. സോറി, 3 നമ്മൾ മറന്നുപോയി അല്ലേ? 3ഉം കൂടെ ഉണ്ട്. പ്ലസ് ഇവിടെ എഴുതാം 3. ഓക്കെ, എത്രയായി? 4 3 7, 7ഉം 2ഉം 9, 9 1ഉം 10. 10 നമുക്ക് ഇതിൽ 5ൻ്റെ ഗുണിതമാണോ? അല്ല. എത്ര കിട്ടണം? 18 കിട്ടണം അല്ലേ? 18 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ 8 നമ്മൾ കൂട്ടിക്കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഒരു 1 + 0 + 2 പ്ലസ് എന്ത് ചെയ്യുക? നമ്മൾ ഈ 4ഉം 3ഉം മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 6ഉം 9ഉം കൊണ്ടുവരിക. അപ്പോൾ 6ഉം 9ഉം കൊണ്ടുവന്നാൽ ശരിയാവും അല്ലേ? 9ഉം 6ഉം 15, 15ഉം 17 18. അപ്പോൾ 18 കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ 4അക്ക സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 10269 ആണ് ചെറിയ അഞ്ചക്ക സംഖ്യ. അഞ്ചക്ക സംഖ്യ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും അതിൻ്റെ ഉത്തരവും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് 9ൻ്റെ കളികൾ എന്നുള്ളതാണ്. അത് നമുക്ക് നോക്കാം. ഏത് സംഖ്യയും 9ൻ്റെ ഒരു ഗുണിതവും സംഖ്യയിലെ അക്കങ്ങളുടെ തുകയും കൂട്ടിയതാണ് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ ഒരു സംഖ്യയിൽ നിന്ന് അക്കങ്ങളുടെ തുക കുറച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുക? ഏത് സംഖ്യയിൽ നിന്നും അതിലെ അക്കങ്ങളുടെ തുക കുറച്ചാൽ കിട്ടുന്ന സംഖ്യ 9ൻ്റെ ഗുണിതമാണെന്നാണ് പറയുന്നത്. താഴെ പറയുന്നുണ്ട്, ഒരു സംഖ്യയിൽ നിന്നും അതിൻ്റെ അക്കങ്ങളുടെ തുക കുറച്ചാൽ കിട്ടുന്ന സംഖ്യയും ആദ്യത്തെ രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്ക് നോക്കാം. 51 എന്ന് പറയുന്നത് അല്ലേ? 51 എന്ന് പറയുന്നത് എന്താണ്? 9 × 5 + 6 ആണ് അല്ലേ? 6 എന്ന് പറഞ്ഞാൽ 5ഉം 1ഉം കൂടെ കൂട്ടി 6. 24 എന്ന് പറയുന്നത് 9 × 2 + 6 എന്നുള്ളതാണ്. ഇനി ഈ 51ൽ നിന്നും 25 കുറക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 9 × 5 - 9 × 2 ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 9 × 5 - 2 എത്രയാണ്? 9 × 3 എന്നുള്ളത് കിട്ടും. അപ്പോൾ 9 × 3 ആണ് 51 - 24 എന്നതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. എത്രയാണ് ഉത്തരം? എത്രയാണ്? 9 × 3 എന്ന് പറയുന്നത് 27. നമ്മൾ നോക്കൂ, 51 - 24 ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരവും 27ആണ്. അപ്പോൾ ഇതും ശരിയാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെയും നമുക്ക് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇനി 9ൻ്റെ ഗുണിതങ്ങളുടെ ഈ വ്യത്യാസത്തെ 9ൻ്റെ ഗുണിതമായി എങ്ങനെ മാറ്റി എഴുതാം? എങ്ങനെ മാറ്റി എഴുതാം? നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് 9 × 3 എന്നാക്കി മാറ്റി എഴുതാം. ഇതുപോലെ അക്കങ്ങളുടെ തുക തുല്യമായ ഏത് രണ്ട് സംഖ്യയുടെ വ്യത്യാസവും 9ൻ്റെ ഗുണിതങ്ങളുടെ വ്യത്യാസമായി കണക്കാക്കാമല്ലോ. അതായത് ഈ വ്യത്യാസം 9ൻ്റെ ഗുണിതമായിരിക്കും. രണ്ട് സംഖ്യകളുടെ അക്കങ്ങളുടെ തുക തുല്യമാണെങ്കിൽ അവയുടെ വ്യത്യാസം 9ൻ്റെ ഗുണിതമാണ്. ഏതെങ്കിലും രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ സ്ഥാനം പരസ്പരം മാറിയാൽ അക്കങ്ങളുടെ തുക മാറുന്നില്ല. ഇല്ലല്ലോ, മാറില്ലല്ലേ? ഉദാഹരണമായിട്ട് 73 നമ്മൾ എടുക്കുകയാണ്. 73 എന്ന് പറയുന്നത് എന്താണ്? 9 × 7 + 10 ആണ്. 10 7 + 3. ഇനി 37 നമ്മൾ മാറ്റി എഴുതിയാലും എന്താണ്? തുക എന്ന് പറയുന്നത് 10 തന്നെയായിരിക്കും. അത് എങ്ങനെ മാറ്റി എഴുതിയാലും നമുക്ക് കിട്ടുന്ന ഈ തുക എന്ന് പറയുന്നത് തുല്യം തന്നെയായിരിക്കും. അപ്പോൾ 73 എന്ന് പറയുന്നത് 73 - 37 ചെയ്യുമ്പോൾ എന്ത് വേണം? 9 × 7 മൈനസ് എന്താണ്? 9 × 3. എന്നിട്ട് 9ന് എടുത്ത് എഴുതുക. 7 - 3 എന്ന് പറയുന്നത് എത്രയാണ്? 4. 9 × 4 എന്ന് പറയുന്നതാണ് 73 - 37 എന്ന് പറയുന്നത്. അത് ശരിയാണോ എന്ന് നിങ്ങൾ നോക്കണം. നമ്മൾ നേരത്തെ നോക്കിയില്ല, അതേപോലെ നിങ്ങളൊന്ന് നോക്കി നോക്കുക. ഇതുപോലെ ഏതൊരു രണ്ടക്ക സംഖ്യയെ തിരിച്ചെഴുതി വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ അക്കങ്ങളുടെ വ്യത്യാസത്തെ 9 കൊണ്ട് ഗുണിച്ചതാണെന്ന് നമുക്ക് കാണാം. ഇതിൽ എങ്ങനെയുള്ള ക്രമങ്ങൾ നമുക്ക് കിട്ടും? എന്ത്? 21 എന്ന് പറയുന്നത് 21 - 12 എന്ന് പറയുന്നത് 9 ആയിരിക്കും. അതുപോലെ 32 - 9 23 എന്ന് പറയുന്നത് 9 ആയിരിക്കും. അങ്ങനെ 43 - 34 9, 54 - 45 9, 65 - 56 9, 76 - 67 9, 87 - 78 9, 98 - 89 ഇനി അടുത്തത് നമ്മൾ നോക്കൂ. 31 - 13 എന്ന് പറയുന്നത് എത്രയാണ്? 18 ആണ്. അതുപോലെ 42 - 24 എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ നിങ്ങൾ ഓരോന്ന് നോക്കുമ്പോഴും നമുക്ക് ആ ഒരു കറക്റ്റ് ബന്ധം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം.
അപ്പോൾ നമ്മൾ രണ്ട് സംഖ്യകൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു സംഖ്യ എന്ന് വിചാരിക്കുന്നത് 71 വിചാരിക്കുക. 71 തിരിച്ചെഴുതി എത്രയാണ്? 17. 71 നിന്നും 17 കുറച്ചാൽ കിട്ടുന്ന സംഖ്യ എത്രയാണ്? 54. 54 എന്ന് പറയുന്നത് എന്താണ്? 9 × 6 ആണ് അല്ലേ? 54 എന്ന് പറയുന്നത് 9 × 6 ആണ്. അടുത്ത സംഖ്യ നമ്മൾ 96 എടുക്കുകയാണെന്ന് വിചാരിക്കുക. 96 തിരിച്ചെഴുതി കഴിഞ്ഞാൽ 69. 96 നിന്നും 69 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യ 27 എന്ന് പറയുന്നത് 9 × 3 ആണല്ലേ? അങ്ങനെ ഏതൊരു സംഖ്യ എടുത്താലും അതെന്ത് തന്നെയായിരിക്കും? 9ൻ്റെ ഗുണിതം തന്നെയായിരിക്കും. അപ്പോൾ അത് ഇനിയിപ്പോൾ 3 അക്ക സംഖ്യ നമ്മൾ എടുക്കുകയാണ്. 241 അതിന് തിരിച്ചെഴുതി കഴിഞ്ഞാൽ നമുക്ക് 142 എന്ന് കിട്ടും. അപ്പോൾ 241 242 കുറച്ച് കഴിഞ്ഞാൽ 99. 99 എന്ന് പറയുന്നത് 9 × 11 ആണല്ലേ? അപ്പോൾ ഏത് സംഖ്യയും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉത്തരം എന്ന് പറയുന്നത്? അപ്പോൾ ഏതൊരു സംഖ്യയുടെയും അക്കങ്ങളുടെ തുക 9ൻ്റെ ഗുണിതവും അക്കങ്ങളുടെ തുക കൂട്ടിയതുമാണ് അല്ലേ? അതാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ക്ലിയർ ആവില്ല, പറയുന്നതും കൂടെ നിങ്ങൾ കേൾക്കുക. ഏതൊരു സംഖ്യയുടെയും അക്കങ്ങളുടെ തുക 9ൻ്റെ ഗുണിതവും അക്കങ്ങളുടെ തുക കൂട്ടിയതുമാണ്. അതുകൊണ്ടാണ് ഏതൊരു സംഖ്യ എടുത്തിട്ട് അത് എങ്ങനെ തിരിച്ചെഴുതിയിട്ട് കുറച്ച് നോക്കിയാലും അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് 9ൻ്റെ ഗുണിതമായിട്ട് വരുന്നത്. ഓക്കെ, ഏത് 3 അക്ക സംഖ്യയുടെയും അതിലെ അക്കങ്ങൾ തിരിച്ചെഴുതിയ സംഖ്യയുടെയും വ്യത്യാസം 99ൻ്റെ ഗുണിതമാണ്. എന്തുകൊണ്ട്? ഇതാണ് ആദ്യം വന്നിട്ടുള്ള ചോദ്യം അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് സംഖ്യകൾ എടുക്കാം. ഒന്നെന്ന് പറയുന്നത് 201 എന്ന സംഖ്യ എടുക്കാം. 201 നിന്ന് നമ്മൾ അതിൻ്റെ അക്കങ്ങൾ തിരിച്ചെഴുതിയ സംഖ്യ എത്രയാണ്? 102. 102 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് ഉത്തരം കിട്ടുക? 99 അല്ലേ? 99 എന്ന് പറയുന്നത് എത്രയാണ്? 99 എന്ന് പറഞ്ഞാൽ 99 × 1 ആണല്ലേ? ഇനി അടുത്തൊരു സംഖ്യ നമ്മൾ എടുക്കുകയാണ് 361. അതിനെ തിരിച്ചെഴുതുക 163. എത്രയാണ് ഉത്തരം വരുന്നത്? 198 ആണ്. 198 എന്ന് പറഞ്ഞാൽ 99 × 2 ആണ്. ഇനി അടുത്തൊരു സംഖ്യ എടുക്കുക 451 മൈനസ് 154 എടുക്കുക. എത്രയാണ് ഉത്തരം കിട്ടുന്നത്? 297 ആണ്. 297 എന്ന് പറഞ്ഞാൽ 99 × 3 ആണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉത്തരം എന്ന് പറയുന്നത്? ഇത് തന്നെയാണല്ലേ. ഏതൊരു സംഖ്യയുടെയും അക്കങ്ങളുടെ തുക 9ൻ്റെ ഗുണിതവും അക്കങ്ങളുടെ തുക കൂടിയതുമാണ്. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അത് തന്നെ നിങ്ങൾ ഇങ്ങോട്ടും എടുത്തെഴുതുക. ഇനി ഇതിൽ 99നെ ഗുണിച്ച സംഖ്യയും ആദ്യത്തെ 3 അക്ക സംഖ്യയിലെ അക്കങ്ങളും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് ഇവിടെ ഉത്തരം? നിങ്ങൾ നോക്കി നോക്ക്. ഒന്നെന്ന് പറയുന്നത് 201 അല്ലേ? 201 102 തമ്മിലുള്ളതാണ്. അപ്പോൾ 201 അവിടെ എന്താണ്? 201 എന്ന് പറയുന്നത് 99 × 1 ആണ്. അപ്പോൾ ഈ ഒരു 1ഉം ഈ ഗുണിച്ച സംഖ്യ ഏതാണ്? 1. 1ഉം 201 തമ്മിൽ ബന്ധമുണ്ടോ? 1 എന്ന് പറയുന്നത് ഈ 2ഉം 1ഉം തമ്മിലുള്ള രണ്ട് സംഖ്യകളുടെയും വ്യത്യാസമാണല്ലേ? അടുത്ത സംഖ്യ എടുത്ത് നോക്കൂ നിങ്ങൾ. 361 ഈ 2ഉം കൂടെ നോക്കി നോക്ക്. എന്താണ് ഇവിടെ? 3ഉം 1ഉം 4 അല്ലേ? ഈ ആദ്യത്തെ സംഖ്യ 3, അവസാനത്തെ സംഖ്യ 1. 3ഉം 1ഉം 4. 4ൻ്റെ പകുതിയാണ് 2 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ 3ൽ നിന്നും 1 കുറച്ചതാണ് 2 എന്ന് പറയുന്നത്. അടുത്ത സംഖ്യ 4ഉം 1ഉം ആണ് അല്ലേ? ഈ 4ൽ നിന്നും 1 കുറച്ചതാണ് ഇവിടെയുള്ള 3 എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബന്ധം എന്ന് പറയുന്നത്? സംഖ്യയിൽ നിന്നും 3 അക്ക സംഖ്യയിൽ നിന്നും 3 അക്ക സംഖ്യയിലെ ആദ്യ സംഖ്യയും അവസാന സംഖ്യയും തമ്മിലുള്ള വ്യത്യാസമാണ് 99 കൊണ്ട് ഗുണിച്ച സംഖ്യ.
ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം, 99നെ ഏതെങ്കിലും ഒരക്ക സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയിലെ അക്കങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം എന്നതാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 99നെ ഒന്ന് ഗുണിച്ചു നോക്കാം അല്ലേ. ഇപ്പോൾ 99നെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കുകയാണ്. 99 × 2 എത്രയാണ്? 198 കിട്ടും. ഇനി 99 × 3 ഗുണിക്കുകയാണ്, 297 കിട്ടും. 99 × 4 നിങ്ങൾ ഗുണിച്ച് നോക്കണം കേട്ടോ, 396 എന്നത് കിട്ടും. ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ളത് കിട്ടുന്ന സംഖ്യയിലെ അക്കങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം, അഥവാ 198ഉം ഈ 99 × 2 തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവിടെ നോക്കൂ, എല്ലാ ഉത്തരത്തിൻ്റെയും മിഡിൽ എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണല്ലേ. അപ്പോൾ നമുക്ക് ബന്ധം എഴുതാം. നടുവിലെ സംഖ്യ 9 ആയിരിക്കും. ഒരു ബന്ധം കിട്ടി. ഇനി ഇവിടെ നോക്കൂ, 1 2 3 ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇനി 9 × 4 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 495 കിട്ടുക. അപ്പോൾ അതെങ്ങനെ പോകും? അപ്പോൾ ഈ 1ഉം 2ഉം തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് 9 × 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് 1 വരുന്നത്. 3 കൊണ്ട് ഗുണിക്കുമ്പോൾ ആദ്യത്തെ സംഖ്യ വരുന്നത് 2, 4 കൊണ്ട് ഗുണിക്കുമ്പോൾ ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് 3. അപ്പോൾ ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? ഗുണിക്കുന്ന സംഖ്യയേക്കാൾ 1 കുറവായിരിക്കും. ഓക്കെ, അതാണ് അടുത്ത ബന്ധം എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റത്തെ നമ്പർ നോക്കൂ, ഇവിടെ 8 ആണല്ലേ. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? 8ഉം ഈ 2ഉം ഇവിടെ 9 ആണ്. 99 എന്നല്ല, 9ൽ നിന്നും എത്ര കുറക്കണം? 1 കുറക്കുമ്പോഴാണ്, ആദ്യത്തെ സംഖ്യ ആയിട്ടുള്ള 1 കുറക്കുമ്പോഴാണ് 8 കിട്ടുന്നത്. ഇവിടെ 9ൽ നിന്നും ആദ്യത്തെ സംഖ്യയായ 2 കുറക്കുമ്പോഴാണ് 7 കിട്ടുന്നത്. അപ്പോൾ അവസാനത്തെ സംഖ്യ എന്ന് പറയുന്നത് 9ൽ നിന്നും ആദ്യ സംഖ്യ കുറക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബന്ധങ്ങൾ. ഒന്നാമത്തെ ബന്ധം, നടുവിലെ സംഖ്യ 9 ആയിരിക്കും. ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് ഗുണിക്കുന്ന സംഖ്യയേക്കാൾ 1 കുറവായിരിക്കും. അതുപോലെ അവസാനത്തെ സംഖ്യ എന്ന് പറയുന്നത് 9ൽ നിന്നും ആദ്യത്തെ സംഖ്യ കുറക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ബന്ധം എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 4ാമത്തെ ചോദ്യമാണ്. ഏതെങ്കിലും മൂന്നക്ക സംഖ്യയുടെയും അതിലെ അക്കങ്ങൾ തിരിച്ചെഴുതിയ സംഖ്യയുടെയും വ്യത്യാസം കണക്കാക്കുക. ഈ വ്യത്യാസവും അതിലെ അക്കങ്ങൾ തിരിച്ചെഴുതിയ സംഖ്യയും കൂട്ടുക. കിട്ടിയ സംഖ്യ എന്താണ്? മറ്റ് ചില മൂന്നക്ക സംഖ്യകൾ എടുത്ത് ഈ ക്രിയകൾ ചെയ്യുക. അപ്പോൾ 1089 കിട്ടുന്നുണ്ടോ? ഏത് തരം സംഖ്യകൾക്കാണ് വേറെ ഉത്തരം കിട്ടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഇതിലുണ്ട് അല്ലേ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് സംഖ്യകൾ എടുത്തിട്ട് ചെയ്തു നോക്കാം അല്ലേ. ആദ്യം നമ്മൾ എടുക്കുന്നത് ഒരു 512 ആണെന്ന് വിചാരിക്കാം. ഇതിന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ 215. ഇതിൽ നിന്നും ഇത് കുറച്ച് നോക്കാം. എത്ര കിട്ടും? 7 9 2 297 കിട്ടും. ഇനി ഈ കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 297 ആണ്. അതിൻ്റെ കൂടെ ഇത് തിരിച്ചിട്ട് കഴിഞ്ഞിട്ടുള്ളത് നമ്പർ നമ്മളെടുത്ത് കൂട്ടാനാണ് പറയുന്നത്. എത്രയാണ്? 792. എത്ര കിട്ടും? ആൻസർ എന്ന് പറയുന്നത് 9 8 1089 എന്ന് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി അടുത്തൊരു സംഖ്യ നമ്മൾ എടുത്ത് നോക്കൂ, 631. അതിനെ തിരിച്ചിട്ട് കഴിഞ്ഞ് 136 കുറച്ച് നോക്കുക. എത്ര കിട്ടും? 495 എന്നത് കിട്ടും. ഇനി ഈ 495ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ 594 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കുക, എത്ര കിട്ടും? 1089 എന്ന് കിട്ടും. അപ്പോൾ
നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ള ഉത്തരം ഇത് തന്നെയാണ്. 1089 കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി അതിൽ തന്നെ വേറൊരു ചോദ്യം കൂടെയുണ്ട്. ഏത് തരം സംഖ്യകൾക്കാണ് കിട്ടാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളൊരു സംഖ്യ എടുക്കുകയാണെന്ന് വിചാരിക്കും. ഒരേ ഡിജിറ്റുള്ള സംഖ്യ എടുക്കുകയാണ് 666. അതിന് നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ 666 തന്നെ കിട്ടും അല്ലേ. അതിൽ നിന്നും ഇത് മൈനസ് ചെയ്ത് എത്ര കിട്ടുക? 0 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അത് പറ്റില്ല. ഇനി അതുപോലെ തന്നെ 2 ഡിജിറ്റ് സെയിം ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. 633. അതിൽ നിന്ന് നമ്മൾ കുറക്കുന്നത് 336 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 297 കിട്ടും. 297 നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ എത്രയാണ്? 792. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 1089 കിട്ടും. അപ്പോൾ 2 സംഖ്യകൾ സെയിം ആണെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി മറ്റൊന്ന് നമുക്ക് നോക്കാം. 525 എടുക്കാം. അതിന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ എത്രയാണ്? 525 തന്നെ കിട്ടും. ഇതിൽ നിന്നും കുറച്ച് കഴിഞ്ഞാൽ 0 കിട്ടും. അപ്പോൾ അതും നമുക്ക് നടക്കില്ല. അപ്പോൾ എന്താണ്? നമ്മൾ ഫസ്റ്റും ലാസ്റ്റും ഡിജിറ്റ് നമ്പർ സെയിം ആണെങ്കിൽ എന്താണ്? നമുക്ക് ആ ഉത്തരം കിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ആദ്യ സംഖ്യയും അവസാന സംഖ്യയും അതുപോലെ 3 സംഖ്യകൾ ഒന്നാണെങ്കിൽ 1089 കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗവും ഇതിലെ പ്രവർത്തനങ്ങളും. എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നോക്കി. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പാഠഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തു. പാഠഭാഗം ഒരുപാട് ഡിസ്കസ് ചെയ്യാനുണ്ട്, പ്രവർത്തനങ്ങൾ വളരെ കുറച്ചുള്ളൂ. പക്ഷേ ഉള്ളത് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളതാണ്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പറയുന്നത് 11ാമത്തെ പാഠഭാഗം അക്ഷരക്കണക്കാണ്. നമുക്ക് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.